ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. പിന്നെ നിങ്ങൾക്ക് സുഖമാണോ? എനിക്ക് സുഖം കേട്ടോ. സോ ഇനി നമുക്കൊരു ചെറിയൊരു വ്ളോഗ് കാണാം. ഓക്കെ, അങ്ങനെ എൻ്റെ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. ഞാൻ മുമ്പ് ഇങ്ങനെ കെട്ടുന്നുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് കെട്ടിത്തന്നെ എൻ്റെ കസിൻ കേട്ടോ. സോ എങ്ങനെയുണ്ടെന്ന് പറയാം. സോ ഞാനുണ്ടല്ലോ, എനിക്ക് കുറേ ഹെയർ സ്റ്റൈൽ അറിയാം കേട്ടോ. ഏകദേശം കുറേ ഹെയർ സ്റ്റൈൽ അറിയാം. പക്ഷേ എൻ്റെ തലയിലൊക്കെ കെട്ടാൻ ഭയങ്കര ബനെ. പക്ഷേ ഇത് ഞാൻ നല്ല കുറേ കാലം ഇതന്നെ കെട്ടുന്നുണ്ടായത്. സോ ബോറായതുകൊണ്ട് ഇപ്പം ഞാൻ നിർത്തിച്ചിട്ട് ഇപ്പം വരെ ഇടാം. പിന്നെ രണ്ട് മുമ്പിൽ കൊമ്പിടുക. അപ്പോൾ ഒരു സുഖം അത് വേറെ തന്നെ ഇട്ടാൽ. എൻ്റെ ഉമ്മക്ക് സൈഡ് ഇടണം, ഇക്കാക്ക് സൈഡ് ഇടാം. എനിക്ക് ഇത് എന്താ അവരെ ഉണ്ടാവില്ല, അതിനെന്താ പറയുക എനിക്കറിയില്ല. സോ അതിടണം. സോ അധികം ഞാൻ നടുക്കി ഇട്ടിച്ച് രണ്ട് മുമ്പിൽ കൊമ്പ് വിടുക. ആ കൊമ്പ് വിട്ടെങ്കിലേ നമുക്കിതാവും എന്ന് പറഞ്ഞിച്ച് ഇതൊരു മനസ്സമാധാനം ഉണ്ടാവും. ആ കൊമ്പ് കാണുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ എന്തോ ഒരു അപ്സര കന്യക എന്നുള്ള പറഞ്ഞിച്ച് അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ഇല്ലത് കേട്ടോ. സോ നമ്മൾ ചെക്കന് കുട്ടപ്പനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ തന്നെ. ഈ ചെക്കനിക്ക് എങ്ങനത്തെ ഹെയർ സ്റ്റൈലായും പിടിക്കും കേട്ടോ. പിന്നെ പക്ഷെ ഭയങ്കര ആറ്റിറ്റ്യൂഡുണ്ട്. അത് വിട്ടിട്ട് ഓൻ്റെ കളിയില്ല കേട്ടോ. ഏടെ പോയാലും ഭയങ്കര ആറ്റിറ്റ്യൂഡ്. പക്ഷെ എനിക്കും ഇല്ല, ഇക്കാക്കും ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് ഏർന്നിപ്പോൾ ഈ ചെക്കനിക്ക് വന്നിന് സാരില്ല. കുടുംബത്തിലെ ഏതെങ്കിലും ഒന്ന് വാണല്ലോ ഇങ്ങനത്തതൊന്നും. അങ്ങനെ ഓൻ്റെ നെയിൽ കട്ടർ കയ്യിലുള്ളത് കേട്ടോ. നിറച്ചുണ്ട്. പക്ഷെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. നെയിൽ കട്ടാക്കിയെങ്കിലേ ഞാൻ നിന്നെ കൊണ്ടുപോകുന്ന വെച്ചാൽ വാശിലുള്ളത് കേട്ടോ. അങ്ങനെ ഒരു കരച്ചൽ കുലുമാൽ ഞാൻ ഉമ്മനെ പിടിച്ചിട്ടിച്ച് നെയിൽ എങ്ങനെയും കട്ടക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടല്ലോ, ബാഹുബലിനെ കണ്ടെങ്കിൽ ഇത്രയ്ക്ക് വലിയ നഖു അത് പറ്റുന്നുണ്ട് അതിനിങ്ങനെ മാന്തൽ. അപ്പോഴത്തേക്കുണ്ടല്ലോ അവൻ്റെ ഞാൻ നമ്മൾ ട്രൈ ആക്കി. അതിന് മുമ്പുണ്ടല്ലോ എന്നെ പൊട്ടിച്ചുണ്ടായിട്ടാ. അപ്പോൾ എന്താക്കി ഉപ്പപ്പോൾ ഒരു കയ്യിൽ നഖം മുറിച്ച് പിന്നെ അവന് മുറിക്കാൻ സമ്മതിച്ചിട്ടാട്ടാ. അപ്പോൾ ഇന്ന് അവന് വളർത്തിയെങ്കിലും അവൻ്റെ മുഖത്ത് ഒരു സ്ഥലം ബാക്കിയുണ്ടായില്ല, മുറിഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഞാനും ഉമ്മാവും പൊട്ടിച്ചിട്ടിട്ട് അവൻ്റെ നഖം മുറിച്ചിട്ടിട്ടാ പോകുന്നില്ലത്. ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടല്ല, വേറെ ആടില്ല ഗൈസ്, നമുക്കിന്ന് പേരക്കുടിയുണ്ട്. അങ്ങനെ പോകുന്നില്ലത് കേട്ടോ. ചെമ്മ വരുന്നില്ല. ചെമ്മ അവിടെ കസിൻസ് ഉണ്ടായത് കൊണ്ട് അവരൊക്കെ ഉള്ളത്. അങ്ങനെ ഞാനും അയാനും ഉമ്മ പോകുന്നില്ലത് കേട്ടോ. പിന്നെ അവിടെ കുഞ്ഞുമല്ല പേര് ജോയിൻ ആവും പറഞ്ഞ്. സോ അങ്ങനെ നമ്മളെ മെയിൻ റോട്ടിൻ്റെ അപ്പുറ സൈഡ് തന്നെ കേട്ടോ. സോ അങ്ങനെ നടന്നുകൊണ്ട് പോവുക. പെരക്കെന്ന് ഇറങ്ങുമ്പോൾ വലിയ സീൻ ഉണ്ടായിട്ടാ എന്നെ കൊണ്ട്. റോഡ് ക്രോസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുങ്ങനെ അവൻ്റെ ശീലം വന്ന് പുതിയ കുത്തുകടും പുതിയ വാശിയും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. സോ ഇപ്പം ഉണ്ടല്ലോ, ഏടെ പോകുന്നുണ്ടെങ്കിൽ അതിനെ കൂട്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര മടി. ഒന്നെങ്കിൽ ഞാൻ പോകുന്നില്ല പറയും, ഞാൻ പോകുന്നില്ലമ്മ നിങ്ങൾ പോയിക്കോന്ന്. പക്ഷേ ഓന് പെരക്കാക്കിയിട്ട് പോവാന്ന് അറിയുമ്പോഴത്തേക്കാണല്ലോ പോവാൻ കഴിയുന്നില്ല. അടുത്തൊന്നും ഓന് മിസ്സാവും എന്നറിയില്ല. പിന്നെ ഇപ്പോഴാ ഓൻ്റെ സ്റ്റാർട്ടായി. ഈടെ എത്തിയതാ. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് നോക്കുന്നുണ്ട്. ഉമ്മനെ നോക്കിയോന് ഉമ്മ ഓനെ മൈൻഡാക്കുന്നില്ല. ഒറ്റപ്പാച്ചൽ എനിക്ക് അപ്പോഴത്തെ അതായത് നമ്മൾ ഫസ്റ്റ് കൂടുന്ന എന്താ പറയലിപ്പോൾ നമ്മൾ ഫംഗ്ഷനുള്ള പേർക്ക് നമ്മൾ പോയിട്ടാ. ഇപ്പോഴത്തെ തന്നെ അപ്പോഴത്തെ സൈഡ് പോകുമ്പോഴത്തേക്ക് നമ്മളെക്കാൾ ഫസ്റ്റ് വന്ന് പോയിട്ടുണ്ട്. സോ ഞാൻ ആ ഡൈനിങ് ഹാളും കിച്ചണും മാത്രമേ ഞാൻ കണ്ടിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ നേരം കണ്ടിട്ടാ. അപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ ജസ്റ്റ് കിച്ചൺ നോക്കാമെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെക്കന് കസാലമ്മ കയറിയിട്ട് അപ്പുറത്ത് ഏതോ ഒരു പെണ്ണുങ്ങളേക്ക് മുണ്ടെന്നില്ലെത്തിട്ട് അമ്മി നോക്കമ്മി എന്നെ അവർ വിളിക്കുന്നുണ്ട് അമ്മി എന്നല്ല പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നോക്കിയത് മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആള് പോയതെന്ന് അറിയാം. റൂം അടിയതെല്ലാം നോക്കാമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ ചെക്കനുണ്ടാ എൻ്റെ പൊന്ന് ഉമ്മാരവർ ഉള്ളിൽ പേര ഫുള്ള് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ചെക്കനെ ഞാൻ നിന്നിച്ചിരുന്നല്ല. എൻ്റെ പൊന്നെ എന്ത് പറയില്ല, എനിക്ക് പറ്റിയിട്ടാ. സോ എനിക്ക് ശരിക്കും ബേജാറായിപ്പോയി. എന്ന് വെച്ചാൽ ഓന് വെയിലെന്ന് പറഞ്ഞാൽ ചൂടെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അതിനിടയിലുണ്ടല്ലോ ഓന് അമ്മ അന്ന് കൈ പിടിക്ക് എന്താ പറയുക, നീ കൈ പിടിക്കണ്ട ഇച്ച നടക്കും, എൻ്റെ ടവല് മാത്രം പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ ഓന് ഇതിൻ്റെ മുകളിലെന്നറിയോ കയറിയിട്ട് നടക്കുന്നില്ല. ഇതാ ഈ ഒരു കുഞ്ഞിൻ്റെ മുകളിൽ ഈ താഴെ ഞാൻ നിന്നിട്ട് ഓന് മുകളിലാക്കണം. പിന്നെ ഇവിടെ കുറേ നേരം നിന്നിട്ട് ആ കറണ്ടിൻ്റെ ഷോക്കടിക്കാത്തത് ഭാഗ്യമായി. നിൽക്കണ്ടല്ലോ ശരിക്കും പോയ പാടൊക്കെ ബേജാറായി. ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ കാണുമ്പോൾ കാരണം ഓൻ്റെ മുഖം നിങ്ങൾ കണ്ട അത്രയും ഓന് ആർന്ന് തുടങ്ങി. ഫുഡ് കഴിക്കാൻ എനിക്ക് മര്യാദക്ക് ഫുഡ് കഴിക്കാനും പറ്റിയില്ല. ഓനും കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് നമ്മൾ കഴിച്ചിട്ട് കൈ കഴുകാൻ പോകുമ്പോഴത്തേക്ക് ചെക്കനില്ല. ചെക്കന് വീണ്ടും ആ പേർക്ക് പോയിട്ട് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പേടി തുടങ്ങി. ഒന്നാമത് വൈറ്റ് ടൈൽസ് എന്താ വെച്ചാൽ വൈറ്റ് ടൈൽസ് ആയെങ്കിൽ ഫുൾ വെള്ളം മറിച്ചിട്ടൊന്നും കാണില്ല.
നമ്മളെ പേർക്ക് അയ്യൻ ഇങ്ങനെ തന്നെ മൂത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കേട്ടോ ഉമ്മല 2-3 വട്ടം വീണെങ്കിൽ വീടുന്നാരെങ്കിലും വീണെങ്കിൽ പിന്നെ അവരെന്തെങ്കിലും അള്ളാ അത് കേൾക്കാനുള്ള കാണാനുള്ള ശക്തി എനിക്കില്ല റബ്ബെന്ന് വെച്ചെങ്കിൽ നടു പൊളിഞ്ഞിട്ട് വേദന സഹിക്കാനുള്ള ഈ എല്ലാ വേദനത്തിൻ്റെ സഹിച്ചിട്ട് ആ വേദനത്തിൻ്റെ ഇത് എനിക്കുണ്ടായത് കൊണ്ട് ആരെങ്കിലും വീവെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ കേട്ടോ ഈടെ അതിന് മുമ്പ് ഒരു പേരുണ്ടിന് ആടെ പോകാൻ വന്നിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം കസിൻസ് തന്നെ എനിക്ക് എന്താണെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞെങ്കിൽ എനിക്കറിയില്ല കേട്ടോ ആരും എന്തെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല പറഞ്ഞു തന്നിട്ടുണ്ടായിന് പിന്നെ തന്നല്ലേ അവരല്ലേന്ന് പറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് മൈൻഡാക്കണ്ട കേട്ടോ അയ്യേണ്ടത് പിന്നെ ഞാൻ മൂഴിക്കൊണ്ട് ഞാൻ പോയി പക്ഷേ അയ്യനെ ആ പേരൊക്കെ നമ്മൾ പോയിട്ട് ഉമ്മാനെ അവരോട് സംസാരിക്കുന്നുണ്ടായിന് ഈ ചെക്കനെ തുടങ്ങിയിട്ടാ പിന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എനിക്ക് ഇപ്പം പിന്നെ പോകാൻ പറ്റുന്നത് വെച്ചാൽ എങ്ങനെ നടക്കുന്നുണ്ടായി ഞാൻ ലിപ്സ്റ്റിക്കും ഡ്രസ്സ് എല്ലാം ഇട്ട് ഇപ്പം ലിപ്സ്റ്റിക്കിന് കുറവൊന്നുമില്ല എല്ലാം ഇട്ടിട്ട് മുണ്ടാതിരിക്കുക ഇപ്പം കണ്ടാവും എൻ്റെ ബാഗിൽ പാഞ്ഞ് എൻ്റെ എനിക്ക് പറ്റുന്നുണ്ടായിട്ട് കേട്ടോ ലാസ്റ്റ് ഇവിടെ വന്ന് ഞാൻ മുഖമെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ പോയിട്ട് ഒന്നാമത് ചൂട് പോകാൻ്റെ ബാക്കിൽ പായുന്നല്ലേ പറ്റുന്നുണ്ടായിട്ട് കേട്ടോ എനിക്ക് മടുത്ത് ലാസ്റ്റ് ഞാൻ ഉമ്മടിക്കുന്നു നമുക്ക് പോവാം നമുക്ക് കഴിയുന്നില്ല എന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ഒറ്റക്കന്നെ പോകുന്നില്ല കേട്ടോ ഓന് പോകുന്നതല്ല പ്രശ്നം ഓന് പോയിട്ട് നേരെ മൈന് റോഡ് എത്തൂട്ടാ റോഡ് ക്രോസ് ഒക്കെ എൻ്റെ കുഞ്ഞുണ്ടാവും അതൊരു പേടി പിന്നെ പിടിക്കാതിരിക്കാനും അല്ല അതിൻ്റെ വ്ളോഗ് എടുക്കാനും അല്ല വ്ളോഗൊക്കെ എടുക്കാതിരിക്കാനും അല്ല വ്ളോഗ് മൈനല്ലേ എവിടെ പോയാലും അങ്ങനെ വ്ളോഗും എടുക്കുന്നുണ്ട് അതിനിടയിൽ ഓനും ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ വിട്ടിട്ട് കളിയില്ല സോ ഇവിടെ എത്തിയിട്ട് നമ്മൾ റോഡ് ക്രോസ് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഉണ്ടല്ലോ ആടെ കേട്ടോ മൂത്തമ്മേൻ്റെ അടുത്ത് ജസ്റ്റ് മൂത്തമ്മേൻ്റെ ആടെ പോയി കയറി പിന്നെ കുറച്ച് നേരം അവരൊക്കെ മുണ്ടിപ്പോണുണ്ടായിട്ടാ എനിക്ക് പിന്നെ കാണണ്ട ആടേസിൻ്റെ ഇത് വണ്ടി ഉണ്ടായിക്കൊണ്ട് ഓന് പോയപ്പോൾ ആടെ എപ്പോഴും ഇതിൽ കളിക്കും കേട്ടോ സോ ഓനെ കളി സ്റ്റാർട്ടാക്കി പിന്നെ അവിടെ എല്ലാ ഫാമിലിയിലും അവർ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കുറച്ച് നേരം ഉണ്ടെങ്കിൽ സംസാരിച്ച് അവരൊക്കെ സംസാരിച്ച് പിന്നെ ഓൻ്റെ കളിയെല്ലാം കണ്ട് പിന്നെ നേരെ പേർക്ക് പോയിട്ട് അമ്മയ്ക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ കാണാം ബൈ.